ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആനുവൽ ഇവാലുവേഷൻ ആട്ടോ. സമ്മേറ്റീവ് അസസ്മെന്റ് 3 കൊല്ലവർഷ പരീക്ഷ അല്ലേ, ആനുവൽ വർഷം ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നോക്കാം നമുക്ക് സോഷ്യൽ സയൻസ് എന്താന്ന് 2025-26 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കൂ, എക്സാമിൻ ദ ഫോളോയിങ് ഇലിസ്ട്രേഷൻ എന്താണ് ഈ താഴത്തിരിക്കുന്ന ഈ എന്താണ് ചെന്നിരിക്കുന്ന ഇലിസ്ട്രേഷൻ അല്ലേ, ഈ ചിത്രങ്ങൾ നോക്കുക. അപ്പോൾ എന്താണ് ഇവിടെ നോർത്ത് അല്ലേ, അപ്പോൾ നോർത്ത് ഇവിടെ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ സൗത്ത് അല്ലേ, ഇവിടെ എന്താണ് ഈസ്റ്റ്, ഇവിടെ എന്തായിരിക്കും, ഇവിടെ വെസ്റ്റ് അല്ലേ. അത് നമ്മൾ പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഈ കുട്ടി എന്താ ഈസ്റ്റിലേക്ക് 1 മുതൽ 2 വരെ പോവുകയാണ് അല്ലേ. മനു എന്താണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്താണ് 1 മുതൽ 2 വരെ എന്താ ഈസ്റ്റിലേക്കാണ് പോകുന്നത് അല്ലേ. അവൻ്റെ റൂട്ട് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2 മുതൽ 3 വരെ ഏതാണ്, 1 ഫ്രം 1 to 2 ഈസ്റ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫ്രം 2 to 3, ഇനി 2 to 3 ഏതാണ്, നമ്മൾ ആ ഡയറക്ഷൻ നോക്കുക അല്ലേ. അപ്പോൾ 2 to 3 എന്താണ് സൗത്തിലേക്കാണ് അല്ലേ, താഴോട്ടേക്കല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക ഇവിടെ സൗത്ത് എന്ന് എഴുതുക കേട്ടോ. രണ്ടാമത്തതായിട്ട് എന്താക്കുക, രണ്ടാമത്തത് സൗത്ത് എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ സൗത്ത് SOUTH എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക ഫ്രം 3 to 4. അപ്പോൾ 3 to 4 പോകുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് പോകുന്നില്ല. അപ്പോൾ ഈസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ്. നെക്സ്റ്റ് 4 to 5 അല്ലേ, മുകളിലേക്ക് അല്ലേ, ഏതേക്കാണ് നോർത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നോർത്ത് എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് നോർത്ത്, ഇത് നോർത്ത് അല്ലേ, അങ്ങനെ എഴുതുക. നെക്സ്റ്റ് ഫുൾ എഴുതണേ, എന്നൊന്നും ചെയ്യുക, NORTH എന്ന് എഴുതണേ. നെക്സ്റ്റ് ഡയറക്ഷൻ ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മാപ്പ് റീഡിങ്. മാപ്പ് റീഡിങ്ങിന് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ അല്ലേ. വിച്ച് ആർ ദ അതർ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാപ്പ് റീഡിങ്. പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മാപ്പ് റീഡിങ്ങിനെ സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിൽ അതേപോലെ ഉണ്ട് അല്ലേ. അപ്പം എന്താണ് മാപ്പ് റീഡിങ്ങിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ടൈറ്റിൽ, സ്കെയില്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, കളേഴ്സ്, സിമ്പിൾസ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ആർ ദ അതർ ഫാക്ടേഴ്സ് ഹെൽപ്പ് മാപ്പ് റീഡിങ് അല്ലേ. അപ്പോൾ എന്താണ് ടൈറ്റിൽ ഉണ്ട് അല്ലേ, പിന്നെ എന്താണ് സ്കെയിലുണ്ട്, പിന്നെ ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്, കളേഴ്സ്, സിമ്പിൾസ്, അതാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ഔട്ട് അറ്റ്മോസ്ഫിയറിക് ലെയർ ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് ലെയറിന് അതിൻ്റെ ഫീച്ചർ കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 1 2 3 4 5 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ അറ്റ്മോസ്ഫിയറിക് ലെയറും ഫീച്ചറും ആണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചർ വായിച്ചിട്ട് അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാണെന്നും അതുപോലെ അറ്റ്മോസ്ഫിയറിക് ലെയർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഫീച്ചർ ഏതാണെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന് നോക്കാം, ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ എന്താണ് ഏറ്റവും താഴെയുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെയുള്ളത് ഏതാണ്, ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ എന്താണ് എന്താണ് ട്രോപ്പോസ്ഫിയർ ആണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ട്രോപ്പോസ്ഫിയർ. നെക്സ്റ്റ് എന്താണ് സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. ബി എന്താ നോക്ക്, അതിൻ്റെ ഫീച്ചർ തന്നിട്ടുണ്ട്, അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. എന്താണ് അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ മോസ്റ്റ് ലെയർ ഏതാണ്, എക്സോസ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ബി കേട്ടോ. ബി ഇത് നമ്മൾ ABC അങ്ങനെ ചിന്തിച്ചു പോരുത് കേട്ടോ, ഇങ്ങനെ താഴോട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കൂ, സി ഫീച്ചറാണ് എഴുതേണ്ടത് അല്ലേ. സ്ട്രാറ്റോസ്ഫിയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഫീച്ചർ ഇതിലേതാണ്, യെസ് ദ ഓസോൺ ലെയർ എക്സിസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് സി. ഓക്കെ, അത് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, ഹൗ ഈസ് ദ അറ്റ്മോസ്ഫിയർ ബെനിഫിഷ്യൽ ഫോർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്. അപ്പം അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഈ ഹ്യൂമൻ ബീങ്സിനും വേറെ ക്രീച്ചേഴ്സിനും ഒക്കെ നേട്ടം കിട്ടുന്നത്, അറ്റ്മോസ്ഫിയറിനോട് എന്താണ് നമുക്കുള്ള നേട്ടം എന്ന് ചോദിച്ചാൽ അല്ലേ. എന്താ അറ്റ്മോസ്ഫിയറിൽ എയർ ഇല്ലേ, ഓക്സിജൻ ഇല്ലേ, അത് നമുക്ക് വേണ്ടേ, ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പ്ലാന്റ്സിനും ഒക്കെ വേണ്ടേ. അപ്പോൾ എന്താണ് ഓക്സിജൻ ഈസ് നീഡഡ് ഫോർ ദ സർവൈവൽ ഓഫ് എ ലിവിങ് ഓർഗാനിസം അല്ലേ. പിന്നെന്താണ് ആൻഡ് പ്ലാന്റ്സ് റിസീവ് ദ നെസസറി കാർബൺ ഡൈ ഓക്സൈഡ്, അത് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഹൗ ഓക്കെ നെക്സ്റ്റ് എന്താണ് ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ തന്നില്ലേ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് കേരള അല്ലേ. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു വേർഡ് വെബ് ആണ് അല്ലേ. മുനിസിപ്പൽ കൗൺസിൽ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ വേർഡ് വെബ് നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ഇത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള.
ഇത് നമുക്ക് സിമ്പിൾ ആണ് അല്ലേ, ഈ വേർഡ് വെബ് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള എന്താ പഞ്ചായത്തി രാജ് സിസ്റ്റം ഉണ്ട്, നഗരപാലിക സിസ്റ്റം ഉണ്ട് അല്ലേ. അതിൽ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ ഏതാണ് ഗ്രാമപഞ്ചായത്ത് ഉണ്ട് അല്ലേ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ബ്ലോക്ക് പഞ്ചായത്താണ് വേണ്ടത്, അത് ഇവിടെ എഴുതുക കേട്ടോ, ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് ഇവിടെ എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ് ഡിസ്ട്രിക്ട് പഞ്ചായത്താണ് അല്ലേ, അതെന്താക്കുക ഇവിടെ എഴുതുക. ഓക്കെ, രണ്ടാമത്തത് ഫസ്റ്റ് എന്താണ് ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ എന്താണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ദെൻ നെക്സ്റ്റ് നോക്കുക നഗരപാലിക സിസ്റ്റത്തിൽ നോക്കിയേ, ലാസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അടുക്ക് എന്താണ് മുനിസിപ്പൽ കൗൺസിലാണ് അല്ലേ. ആ മുനിസിപ്പൽ കൗൺസിൽ എന്താക്കുക ഇവിടെ എഴുതുക. ഓക്കെ, മുനിസിപ്പൽ കൗൺസിൽ എന്നുള്ളത് ഇവിടെ എഴുതുക കേട്ടോ. പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇവിടെ തന്നിട്ടുമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, എന്താണ് what are the changes that are effected in the Panchayati Raj system through 73rd constitutional amendment? Write a short note. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, what are the changes that are effected in the Panchayati Raj system through 73rd constitutional amendment? 73ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിൽ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് അത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഫോർമേഷൻ ഓഫ് ഗ്രാമസഭ ഉണ്ട് അല്ലെ. പിന്നെന്താണ് ടേം ഓഫ് ഓഫീസ് 5 years, റിസർവേഷൻ ഫോർ എന്താ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, 3 tier പഞ്ചായത്ത് സിസ്റ്റം അല്ലെ. ഇതൊക്കെ വന്നിട്ടുണ്ട് അല്ലെ, അത് നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് ഇവൻറ്റ്സിന്റെ സ്റ്റഡിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. കമ്പയർ ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ലോക്കൽ ഹിസ്റ്ററി. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഈ എന്താണ് ഈ ലോക്കൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ നോക്കൂ, റെക്കോർഡ് ദി ഹിസ്റ്ററി ഓഫ് വാസ്റ്റ് ഏരിയ. ലോക്കൽ ഹിസ്റ്ററി പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പ്രാദേശികമായിട്ടില്ല, നമ്മളെ ഈ ചുറ്റുവട്ടത്തുള്ളതാണ് വേണ്ടത് അല്ലേ. അപ്പോൾ വലിയ വാസ്റ്റ് ഏരിയ ആണോ ഭയങ്കര വൈഡ് ആയിട്ടുള്ളതാണോ വേണ്ടത്, അല്ല, ഇത് തെറ്റാണ് കേട്ടോ. ഇത് ഈ ലോക്കൽ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. നെക്സ്റ്റ് നോക്കൂ, ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻവോൾവ്സ് ലോക്കൽ ഫെസ്റ്റിവൽസ് ആൻഡ് റിച്വൽസ്. അതൊക്കെ അല്ലേ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ ഫെസ്റ്റിവലും റിച്വൽസും ഒക്കെ ആയിട്ടുള്ള ആ ലോക്കൽ ഫെസ്റ്റിവലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ രണ്ടാമത്തെ ശരിയാണ്, രണ്ടാമത്തത് ശരിയാണ്. മൂന്നാമത്തെ നോക്കിയേ, സെർച്ചിങ് ദി ഹിസ്റ്ററി ഓഫ് എ ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ ഓർ ഇവൻറ്റ്സ്. എന്താണ് ആ ചെറിയൊരു ഏരിയൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള ആ ചെറിയൊരു ഏരിയൻ്റെ സംഭവങ്ങളൊക്കെ എന്താണ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്, ചെറിയ ഏരിയ അല്ലേ, അതാണ് എന്തെങ്കിലും ഓക്കെ, അത് ശരിയാണ് കേട്ടോ. മൂന്നാമത്തെ ശരിയാണ്. ഈ നാലാമത്തെ നോക്കുക, അനലൈസ് ദ പാസ്റ്റ് ഇവൻറ്റ്സ് ആൻഡ് കൾച്ചർ ഇൻ ബ്രോഡർ സെൻസ്. ഭയങ്കര സെൻസിലാക്കിയിട്ട് ഭയങ്കര വാസ്റ്റായിട്ട് എന്താക്കുക ഈ പാസ്റ്റ് ഇവൻറ്റ്സും കൾച്ചറൊക്കെ നമുക്ക് നന്നായി അനലൈസ് ചെയ്യണോ, വേണ്ട അല്ലേ, അങ്ങനെ വേണ്ട, അത് ലോക്കൽ ഹിസ്റ്ററി അല്ല അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നോക്കിയേ 2, 3 നമ്മളത് ശരി അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി, ബി അല്ലേ, 2, 3 ആണ് ശരി. അപ്പോൾ ബി ആണ് ശരി കേട്ടോ, ബി ശരി. The next question നോക്കിയാൽ എന്താണ്, which are the main sources that help in writing history? ഈ റൈറ്റിംഗ് ഹിസ്റ്ററി എഴുതുന്നതിൽ അല്ലേ, റൈറ്റിംഗ് ഹിസ്റ്ററി എഴുതുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു. അപ്പം നോക്കിയേ എന്താണ് ഈ റൈറ്റിംഗ് ഹിസ്റ്ററിയിൽ നമ്മളെ സഹായിക്കുന്ന മെയിൻ സോഴ്സ് എന്തൊക്കെയാണ് മക്കളെ, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, പിന്നെന്താണ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ലിറ്റററി സോഴ്സസ്, ഫോർട്സ്, പാലസസ് അല്ലേ, ഇൻസ്ക്രിപ്ഷൻസ്, പോയിന്റ്സ്, അതൊക്കെ എന്താണ് നമ്മളെ സഹായിക്കുന്നുണ്ട് റൈറ്റിംഗ് ഹിസ്റ്ററിയിൽ. അതൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ ആ എക്സ്പ്ലനേഷനൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. നമ്മളെ മാർക്കിനനുസരിച്ച് നിങ്ങൾ നന്നായി എഴുതണേ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ റൈറ്റിംഗ് ഹിസ്റ്ററി. ഇനി ഈ റൈറ്റിംഗ് ഹിസ്റ്ററി എഴുതുമ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്താണ് ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റിംഗ് ഹിസ്റ്ററിയിൽ എന്താണ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് എ ഫോറിൻ റൂൾ, എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ഫോറിൻ റൂൾ ആണെങ്കിലും പൊളിറ്റിക്കൽ ആണെങ്കിലും സോഷ്യോ എക്കണോമിക് ആണെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് ഈ മനസ്സിലാക്കാൻ കഴിയും അല്ലേ ഈ റൈറ്റിംഗ് ഹിസ്റ്ററിയിൽ അല്ലേ. ന്യൂസ് പേപ്പറിൽ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് പേപ്പറിൽ, ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ റൈറ്റിംഗ് ഹിസ്റ്ററിയിൽ ചോദിച്ചാൽ എന്താണ് അന്നുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ എന്താണ് അന്ന് നടന്ന സംഭവങ്ങളും അന്നത്തെ പൊളിറ്റിക്കലും സോഷ്യോ എക്കണോമിക്കൽ ഹിസ്റ്ററിയും ഒക്കെ എന്താക്കാൻ പറ്റും, ഹിസ്റ്ററി ഓഫ് എ ഫോറിനും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, എന്താണ് 5 ക്വസ്റ്റ്യൻ 5 എന്താ 2 പാർട്ടുണ്ട്, 5A-യും 5B അല്ലേ, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. Then who founded the youth organization named African National Congress Youth League? ആരാണ് ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്താ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്
എന്താണ് നെൽസൺ മണ്ടേലയാണ് അല്ലേ, നെൽസൺ മണ്ടേലയാണ് ഇത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ഫോർമേഷൻ അല്ലെ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് വർ ദ സോഷ്യൽ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ നെയ്മഡ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്? എന്താണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലേക്ക് നയിച്ച ആ സോഷ്യൽ സർക്കംസ്റ്റൻസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മക്കളെ? എന്താണ്? The white controlled South African party came to power in South Africa. പിന്നെന്താണ്? The whites introduced many laws that were detrimental to the indigenous people. These laws led to racial segregation. People were restricted in their freedom of movement. അല്ലേ? ഇതൊക്കെ എഴുതാം. എന്താന്ന് മനസ്സിലായില്ല അല്ലേ? നോക്കിയാൽ വെള്ളക്കാരാൽ വൈറ്റിൽ നിയന്ത്രിക്കപ്പെട്ട സൗത്ത് ആഫ്രിക്കൻ പാർട്ടി ആയിരുന്നത് ഈ സൗത്ത് ആഫ്രിക്കയിൽ അധികാരത്തിലെത്തിയല്ലേ. ഈ വൈറ്റ്സ്, അതായത് എന്താണ്, ഈ ഇവര് ആര്, നമ്മളെ ബ്രിട്ടീഷുകാരല്ലേ, തദ്ദേശീയരായ ജനങ്ങളെ എന്താണ് ദോഷകരമായി ബാധിക്കുന്ന നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നല്ലേ. ഈ നിയമങ്ങൾ എന്താണ് വംശീയ വേർതിരിവ് കാരണമായി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ഒന്നുകിൽ 5 എഴുതാ അല്ലെങ്കിൽ 5B കേട്ടോ. The British reached South Africa by 18th century അല്ലേ. ബ്രിട്ടീഷ് സൗത്ത് ആഫ്രിക്കയിൽ വന്നിരിക്കുന്നത് 18ാം നൂറ്റാണ്ടോട് കൂടിയാണ് അല്ലേ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹൗ ദ കൊളോണൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ബെനിഫിറ്റഡ് ബ്രിട്ടൻ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഈ സൗത്ത് ആഫ്രിക്കയിലെ കൊളോണൈസേഷൻ ഈ ബ്രിട്ടന് എങ്ങനെയാണ് നേട്ടം വരുത്തിയതെന്നാണ് എഴുതേണ്ടത് അല്ലേ. എങ്ങനെയൊക്കെയാണ് നേട്ടം വരുത്തേണ്ടത്? ആദ്യം നിങ്ങളൊന്ന് നോക്കുക എങ്ങനെയാണ്. ആദ്യം നമുക്കൊന്ന് മലയാളത്തിൽ നോക്കാം അല്ലെ. എങ്ങനെയൊക്കെയാണ് അവർക്ക് നേട്ടം ഉണ്ടായതെന്ന് നോക്കിയേ. അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യൻ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക അല്ലെ. അക്വയർ ഇമ്മൻസ് വെൽത്ത്, എസ്റ്റാബ്ലിഷ് ഡൊമിനൻസ് ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ്, പിന്നെ മേക്ക് ഇറ്റ് എ ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ട്രാവൽ ടു ദ ഏഷ്യൻ കോണ്ടിനെന്റ് അല്ലെ. ഓൺ മോർ ലാൻഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഇതൊക്കെയാണ് അവർക്ക് ബ്രിട്ടനിൽ മറ്റേ ഇവർ വന്നപ്പോൾ അല്ലേ സൗത്ത് ആഫ്രിക്കൻ കോളനൈസേഷൻ വന്നപ്പോൾ നേട്ടം ഉണ്ടായത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നൈബറിംഗ് കൺട്രി ഓഫ് സൗത്ത് ആഫ്രിക്ക? ഇതിൽ സൗത്ത് ആഫ്രിക്കേന്റെ നൈബറിംഗ് കൺട്രി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സാംബിയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. 6A 6B ഇന്ന് ചെയ്താൽ മതി. 6A നോക്കാം നമുക്ക്. ദ ഗിവൺ ഡയഗ്രം റെപ്രസെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ 5 years. 5 വർഷത്തേക്കുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണെന്ത് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബാർ ഡയഗ്രത്തിലുള്ളത്. ഇത് നോക്കിയേ. സെലക്ട് ദ കറക്റ്റ് കൺക്ലൂഷൻ ആഫ്റ്റർ അനലൈസിംഗ് ദ ഡയഗ്രം. ഈ ഡയഗ്രം നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏതാണോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാൽ നമുക്ക് ആദ്യം ഈ ഇതൊന്ന് നോക്കാം, ഈ ഗ്രാഫ് ഒന്ന് നോക്കാം. നോക്കിയാൽ 2018, 19, 2019, 20 അതിലൊക്കെ ലാക്കിൻ കോഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓരോ ഇതും ഇതിങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലേ. ഓരോതും നമുക്ക് 2020, 2021 35.09, 2021, 22, 37.93, 2022, 23 എത്രയാണ് 41.88 അല്ലേ. അപ്പൊ അപ്പൊ നമ്മൾ ഇത് കൂടി വരുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഇത് ചെയ്യേണ്ടത് അറിയാം. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ നോക്കുക. ഇതെന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്രീസിങ് എവറി ഇയർ അല്ലേ. ഓരോ വർഷം കൂടുമ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടി വരികയല്ലേ ആണ്. അത് ശരിയാണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ. വൈൽ അനലൈസിങ് the highest was found in 2020-21. അപ്പൊ 2020-21 ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ അപ്പൊ നമ്മൾ ഇത് കാണണമെങ്കിൽ ആദ്യം എന്താക്കുക, നമുക്ക് മൈനസ് ചെയ്യണം കേട്ടോ. ഈ പോയിന്റുകൾ എന്താക്കണം, മൈനസ് ചെയ്യണം. അപ്പോൾ 26.8 മൈനസ് 6 മൈനസ് 23.14 ചെയ്യുക. അത് ഈ 2019-20 വെക്കുക. പിന്നെ ഇത് 35.09 ഇതും കൂടി മൈനസ് ചെയ്ത് കിട്ടുന്ന ഉത്തരം ഇവിടെ എഴുതുക. പിന്നെ ഇതും മൈനസ് ചെയ്യുന്ന ഇവിടെ, ഇതും മൈനസ് ചെയ്യുന്ന ഉത്തരം ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റുമോ, ഇതിന് ഓരോന്നിനും ആൻസർ ചെയ്യാൻ കഴിയും.
അപ്പൊ നോക്കൂ നമ്മൾ ചെയ്തത് ഈ ഇതും മൈനസ് ചെയ്ത് ഇതിന്റെ നേരെ എഴുതുക, ഇതും മൈനസ് ചെയ്ത് ഇതിന്റെ നേരെ കേട്ടോ. 2020-21 വരുന്നത്. ഈ 2021-22 കിട്ടണമെങ്കിൽ എന്താ ഈ ഇതും അതുപോലെ അതിന്റെ മുന്നത്തെ വർഷം കൂടി മൈനസ് ചെയ്തവിടെ. അതുപോലെ 2022-23 കിട്ടണമെങ്കിൽ ഇതും മൈനസ് ചെയ്തു കേട്ടോ. ഓക്കെ, ദെൻ ഈ നമുക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് എവറി ഇയർ അല്ലെ, ഓരോ വർഷം കൂടി വരെല്ലാം ശരിയാണ് അല്ലെ. അപ്പൊ എ ശരിയാണ്. ദെൻ നെക്സ്റ്റ് വൈൽ അനലൈസിംഗ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ, നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ് അനലൈസ് ചെയ്യുമ്പോൾ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് വാസ് ഫൗണ്ട് ഇൻ 2020-21. 2020-21 വലുത്. നോക്കൂ, ഇത് ഏതാ വലുത് നോക്കിയാൽ 8.42. അത് ഏത് വർഷമാണ്? 2020-21 അല്ലേ. അപ്പൊ അത് ശരിയാണല്ലേ. 2020-21 2020-21 ശരിയല്ലേ. അപ്പൊ നമുക്ക് എന്താക്കാം, അത് ശരിയാന്ന് പറയാം. ദെൻ ദ ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഈക്വൽ എവറി ഇയർ, ഓരോ വർഷവും ഈക്വൽ ആണോ? ഇത് അല്ല, ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലേ, സെയിം അല്ലല്ലോ. അപ്പൊ ഇത് വേണ്ട, ഇത് തെറ്റാണ് കേട്ടോ. ഇത് തെറ്റ്. Then next നോക്കൂ, the increase in public expenditure is found to be very low during the 2021-22. ഏറ്റവും കുറവ് വർഷം എന്താണ്? ഇതിൽ ഏതാ നോക്ക്, ഏതാണ് നോക്കിയേ, ഏത് വർഷമാണ് നോക്ക്, ഇതാണ് അല്ലേ. 2021-22 എന്ത് ഏറ്റവും കുറവ്. ബാക്കിയൊക്കെ എന്താ 3, ഇത് 2.84 അല്ലേ. ബാക്കിയൊക്കെ അതിന്റെ മേലെ അല്ലേ. അപ്പൊ ഇതാണ് കുറവ്. 2021-22 അല്ലേ. അപ്പൊ ഇവിടെ ചോദിച്ച് പറഞ്ഞിരിക്കുന്നുണ്ടാണ് ലോ ഡ്യൂറിങ് ദ 2021-22 അല്ലേ. അപ്പൊ ഇതും ശരിയാണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയാൽ വൈൽ അനലൈസിംഗ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ഈച്ച് ഇയർ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഈസ് ഫൗണ്ട് ടു ബി വെരി ലോ ഡ്യൂറിംഗ് ദ ഇയർ 2020-21. കുറവുള്ളത് 2020-21 എന്ന് പറയുന്നത്. കുറവുള്ള ഏതാണ്? 2021-22 ആണ് അല്ലേ. 20-21 കൂടുതലാണ്. അപ്പോൾ എന്താണ്? ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഇതും തെറ്റ്. അപ്പോൾ നമ്മളെ ആൻസർ ഏതൊക്കെയാണ് ശരിയെന്ന് മനസ്സിലായല്ലോ. എയും ബിയും ഡിയും ആണ് ശരി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് വിത്ത് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണ് എക്സാമ്പിൾ വെച്ച് ചെയ്യുക. അത് ടെക്സ്റ്റിൽ അതേപോലെ ഉണ്ട് അല്ലേ. അത് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് എന്താക്കുക, എഴുതുക കേട്ടോ. എന്തായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ദ ടാക്സ് ഈസ് ഇമ്പോസ്ഡ് അല്ലേ. എക്സാമ്പിൾ എന്താണ്? ഇൻകം ടാക്സ് അല്ലേ. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? ഈസ് എ ടാക്സ് ദാറ്റ് ഈസ് പെയ്ഡ് പാർഷ്യലി ഓർ ഫുള്ളി ബൈ സമ്മൺ എൽസ് അല്ലേ. അതാണ് എന്ത് ഈ സെയിൽസ് ടാക്സ് ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താക്കുക, അത് എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ കോംപ്രിഹെൻസീവ് ഗവൺമെന്റ് പോളിസി ദാറ്റ് കൺസേൺസ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റീസ്. അപ്പൊ എന്താണ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് ഡെപ്റ്റും ഒക്കെ എന്താണ്? അതിന്റെ കോംപ്രിഹെൻസീവ് ഗവൺമെന്റ് പോളിസി ഏതാണ് ഫിസിക്കൽ പോളിസി. ഇതിലാണ് ടെക്സ്റ്റിൽ നോക്കുക, അതേപോലെ കിടക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കുക, കമ്പയർ ദ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറും എന്താണ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്നിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്താണ് ഡെവലപ്മെന്റ് സ്പെൻഡിങ് എന്താണ് എങ്ങനെ വരിക? റിലേറ്റഡ് ടു ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി, ഡയറക്ട്ലി റിലേറ്റഡ് അല്ലേ. റോഡ്, ബ്രിഡ്ജ്, പോർട്ട്, കൺസ്ട്രക്ഷൻ ഒക്കെയാണ് അല്ലേ. ഇനി നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ എ റെഗുലർ ബേസിസ് ഫോർ ദ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് സർവീസസ്, എക്സ്പെൻഡിച്ചർ ഓൺ ഡിഫൻസ്, ഇൻട്രസ്റ്റ്, പെൻഷൻ എക്സെട്ര അല്ലേ. അതൊക്കെയാണ് എന്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. ഇതൊക്കെ ടെക്സ്റ്റിലുണ്ട്, അതൊക്കെ നന്നായി നോക്കുക കേട്ടോ. അപ്പം എന്താണ് ഇത്രയുള്ള നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം എന്താണ് നന്നായി ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റൊക്കെ നന്നായി വായിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്.